രാഹുലിന് അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് അറിയാം? തീരുമാനിക്കുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോൾ ധൈര്യം വേണം? അവരെപ്പോ റിപ്പോർട്ട് ചെയ്യണം? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ലോണ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ആംബിയറുള്ള പുരുഷന്മാരാണ് സ്ത്രീകളാണ് തീരുമാനിക്കുന്നത്. സ്ത്രീകൾ എപ്പോൾ വേണമെങ്കിലും സ്ത്രീകളാണ് തീരുമാനിക്കുന്നത്. സ്ത്രീകൾ തീരുമാനിച്ചാൽ പോരെ. ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപക്കിനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്. പറഞ്ഞു ജയിക്കാൻ പറ്റൂല. മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി ആ വന്നത്? മീറ്റു മൂവ്മെന്റ് ഫേക്ക് മീറ്റു ആവരുത്, അത്രേ ഉള്ളൂ. ഫേക്ക് മീറ്റു ആവരുത്. ഫേക്ക് മീറ്റു ആവരുത്. പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ളവരാണ് ഞാൻ. ആയിക്കോട്ടെ, അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലേ? നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ കൺക്ലൂഷനിലും ഞാൻ ഒരു ഡിസ്കഷനിലുമാണ്. നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാൻ ഒരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനും ഉണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ കൃഷ്ണനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തക്ക ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന് 10 വർഷത്തിന് ശേഷം കൺസെന്റ് പിൻവലിക്കാനാവില്ല. റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നു. അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് അറിയാം? നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതെ മാഡം, അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ? മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം? വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എനിക്കറിയാം. പട്ടിക്കൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചേച്ച് പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന്